ഓണം വാരാഘോഷ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിക്കാൻ മന്ത്രിമാർ രാജ്ഭവനിൽ. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി എന്നിവരാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. ഭാരതാംബ വിഷയത്തിലെ വിവാദങ്ങൾക്കിടെ രാജ്ഭവനിൽ നിന്നിറങ്ങിപ്പോയ വി ശിവൻകുട്ടി അതിനുശേഷം ആദ്യമായാണ് രാജ്ഭവനിൽ എത്തിയത്. വിവരങ്ങളുമായ ശാലിനി ചേരുകയാണ്. ശാലിനി, വിവാദമായൊരു ഇറങ്ങിപ്പോക്കലിന് ശേഷം മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു, മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുന്നു. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിക്കാൻ അവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദങ്ങളും പ്രതിവാദങ്ങളും ഒപ്പം വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം. ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെത്തി കൃഷി വകുപ്പ് സംഘടിപ്പിച്ചൊരു പരിപാടിയിലടക്കം പങ്കെടുക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് ഭാരതാംബ വിഷയത്തിലേക്ക് എത്തുകയും അതിന് പിന്നാലെ ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയതടക്കം ചർച്ചയായതാണ്. അതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ വരവ് മറ്റ് വിവാദങ്ങൾക്കൊന്നുമല്ല. നാളെ മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും സാംസ്കാരിക വകുപ്പും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിൽ ഔദ്യോഗികമായി ഗവർണറെ ക്ഷണിക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അൺഒഫീഷ്യലായുള്ള ക്ഷണം നടന്നിരുന്നു. ആ ക്ഷണത്തിൽ താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഒപ്പം തന്നെ സമാപന സമ്മേളനം നടക്കുന്ന 9-ാം തീയതി വാരാഘോഷത്തിൻ്റെ ഘോഷയാത്ര സമാപനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടാതെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള 2 പേരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. 15 മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ ക്ഷണിച്ചിട്ടിപ്പോൾ മന്ത്രിമാർ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നാളെ വൈകിട്ടോടു കൂടിയാണ് ഔദ്യോഗികമായി തലസ്ഥാന നഗരിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമാകാൻ പോകുന്നത്. കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഈ ചടങ്ങുകൾക്ക് തുടക്കമിടും. അതിനുശേഷം 9-ാം തീയതിയാണ് ഓണം വാരാഘോഷം അവസാനിക്കുന്നത്. അന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് വാരാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര ഗവർണർ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം വാരാഘോഷം പൂർത്തീകരിക്കുകയും ചെയ്യും. ഏകദേശം 31 വേദികളിലായിട്ടാണ് ഇത്തവണ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചില നിലപാട് വ്യത്യാസങ്ങൾ, ചില വാക്പോരിലൊക്കെ ആ പരിപാടിയിൽ നിന്ന് ഗവർണർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള സൂചനകൾ രാജ്ഭവനിൽ നിന്ന്. എന്തായാലും നാളെ ആരംഭിക്കുന്ന പരിപാടിയുടെ സമാപന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം അതേ വേദിയിൽ ഗവർണറും ഗവർണറുടെ കുടുംബവും ഈ പരിപാടി കാണാൻ എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ഈ ഓണം വാരാഘോഷത്തിൽ ഗവർണറെ ക്ഷണിക്കുന്നില്ല, അവർ നോട്ടീസ് അടിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണറെ മാറ്റി നിർത്തി എന്നുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളടക്കം സമാപന സമ്മേളനത്തിൽ നിർവഹിക്കുന്നത് വി ശിവൻകുട്ടിയാണ് എന്നുള്ള ആദ്യ സൂചനകൾ വന്നിരുന്നു. പക്ഷേ അത് വിവാദമായതോടുകൂടിയും പിന്നീട് അത് സർക്കാർ തന്നെ തിരുത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി രാജ്ഭവനിലെത്തി ഈ ക്ഷണിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ. എന്തായാലും ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നാളെ ഈ വാരാഘോഷം തുടങ്ങുന്നു. വരുന്ന ഒരാഴ്ചക്കാലം ഇനി തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഗവർണർ ഔദ്യോഗികമായി പങ്കെടുക്കുമെന്നുള്ള സൂചനകളാണ് രാജ്ഭവൻ നൽകുന്നത്. എന്തായാലും ഒരു മഞ്ഞുരുകലിന്റെ ഭാഗമൊക്കെയായി രാജ്ഭവനിലേക്ക് ഗവർണറുടെ അരികിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി കൂടി എത്തിയത് വലിയ രീതിയിലുള്ള ആശ്വാസവും പ്രത്യാശയും ഒക്കെ ഈ ഓണക്കാലത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. സുരേഷ്, ഓണം വാരാഘോഷ പരിപാടിയിലേക്ക് ചടങ്ങുകളിലേക്ക് ഗവർണറെ ക്ഷണിച്ച് വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും മടങ്ങിയിരിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.